നമ്മുടെ റെഡ് റോസ് നിറച്ച് പൂടിച്ചിരിക്കുക. ഒരു 1.5 ആഴ്ച മുമ്പ് നമ്മളിത് പ്രൂൺ ചെയ്ത് പൂക്കളെല്ലാം ഒന്ന് കരിഞ്ഞ് വന്നപ്പോൾ നമ്മളതെല്ലാം പ്രൂൺ ചെയ്ത് അത് കണക്ക് തന്നെ തളിര് ചെറുതായിട്ട് കുഞ്ഞ് മുട്ട് വന്ന ഭാഗങ്ങളും പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1.5 ആഴ്ച കൊണ്ടാണ് ഇത്രയും പൂ പിടിച്ചത്. നിറച്ചും പൂവായി. നിറച്ചും എന്ന് വെച്ചാൽ നിറച്ചും പൂ പിടിക്കുക. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ മഴയത്താണെങ്കിൽ പൂ കാരണം ആ ഒരു കൊമ്പ് തന്നെ താഴോട്ട് പോരുന്നു. ഇന്ന് കുറച്ചും കൂടെ 2 പൂവും കൂടെ അധികം ഉണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടാണ് ആ റോസ് നിൽക്കുന്നത്. പിന്നെ ഇത് സ്നോ വൈറ്റ് എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. എനിക്ക് റോസയുടെ പേര് അത്രയ്ക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഈ റോസയിൽ 2 മൂടുണ്ട്. 2 മൂട്ടിലും പൂ പിടിച്ചു. ഇത് ഒത്തിരിയും വർഷമായിട്ട് ഇവിടെയുള്ള റോസയാണ്. തറയിൽ നിൽക്കുമായിരുന്നു. ഇപ്പം നമ്മളെടുത്ത് ചട്ടിയിലോട്ട് മാറ്റി നട്ടതാണ്. ഇത് ഇന്നലത്തെ മഴയത്ത് നമ്മുടെ ഒരു കുരുവീൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് വെയിറ്റ് കാരണം താഴെ പോരുന്നു. അപ്പോൾ അതിലൊരു മുട്ട ഉണ്ടായിരുന്നു. ഓൾറെഡി അതിൻ്റെ അമ്മയച്ഛനോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്നാലും അതെടുത്ത് ഇവിടെ ഒരു സൈഡിൽ വെച്ചു. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ്. ഇതിൻ്റെ പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റെഡും അല്ല മജന്ത അല്ലാത്തൊരു കളറാണ്. നല്ല രസമാണ് അതിനകത്ത് പൂവ് കാണാനായിട്ട്. ഇന്നത് നന്നായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും അത് ചെറുതായിട്ട് വിരിഞ്ഞ് നിന്നേ ഉള്ളൂ. അപ്പം അന്നേരം എടുത്ത വീഡിയോ ആയതുകൊണ്ട് അത് കറക്റ്റ് ആവാത്ത. ഇനിയിപ്പം നല്ലോണം വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് വീഡിയോ എടുത്ത് അയക്കാം. ഇതിനകത്ത് ഒരു 2-3 മുട്ടുകൾ വന്നിട്ടുണ്ട് വേറെ വേറെ. അപ്പോൾ അതിൽ പൂ വരുമ്പോഴത്തേക്കിന് കൃത്യമായിട്ടൊരു വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ. പിന്നെ ബ്രൈഡൽ ബൊക്കെയാണ് സൈഡിൽ നിൽക്കുന്നതിലും നിറച്ച് പൂടിച്ചിട്ടുണ്ട്.